ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫൊർഗീവ്നെസ് ചെയ്തു കൊടുത്താൽ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ്. ഞാൻ നസീമ ഷാഫി, ലൈഫ് കോച്ച്. മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് ഫൊർഗീവ്നെസ്സിനെ കുറിച്ചിട്ട്. അതായത് നമ്മളോട് പലരും പല രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവും, പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും, നമ്മളെ പല രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ടാവും, സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവും. ഇവർക്കെല്ലാം നമ്മൾ പുറത്തു കൊടുക്കണം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയം എന്തായിരിക്കും, ഇങ്ങനെ ഫൊർഗീവ്നെസ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്താണ് നേട്ടം എന്നുള്ളതായിരിക്കും. ഫൊർഗീവ്നെസ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ, തെറ്റ് ചെയ്ത വ്യക്തികൾക്ക് നമ്മൾ ഫൊർഗീവ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് തന്നെയാണ് നേട്ടങ്ങൾ എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കാം. ആ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മനസ്സമാധാനം തന്നെയാണ്. അതായത് നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ നമ്മളടുത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ഓർത്ത് എപ്പോഴും നമ്മൾ നീറി കഴിയായിരിക്കും. എന്നോട് അവരത് ചെയ്തല്ലോ, എന്നാലും ഞാൻ അവരെ ഒരുപാട് സ്നേഹിച്ചിട്ടും അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും അവരെന്നോട് ഈ രീതിയിലാണല്ലോ പെരുമാറിയത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ എപ്പോഴും നമുക്ക് ഇങ്ങനൊരു തോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം ഇവർക്ക് ഈ രീതിയിൽ അവർ ചെയ്ത തെറ്റുകൾക്ക് നമ്മൾ പൂർണ്ണമായിട്ടും ഫൊർഗീവ് ചെയ്ത് കൊടുത്ത് നമ്മൾ അവരെ അനുഗ്രഹിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്കൊരു റീതിങ്ക് വരില്ല. അതായത് നമ്മളോട് എത്ര തന്നെ തെറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ പോലും അവർക്ക് ഫൊർഗീവ്നെസ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് മനസ്സമാധാനം ലഭിക്കും. നമുക്ക് ആ ഒരു തോട്ടേ വരുന്നില്ല, ആ ഒരു ചിന്ത നമ്മളിൽ നിന്നും എപ്പോഴും അകന്നായിരിക്കും നിൽക്കുന്നത്. ഈ ഒരു ചിന്ത നമുക്ക് വരാത്തിടത്തോളം കാലം നമുക്ക് നല്ല സന്തോഷത്തോടെ, സമാധാനത്തോടെ, നല്ല മനസ്സമാധാനത്തോടെ നമ്മുടെ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സന്തോഷം. ഫൊർഗീവ്നെസ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഇവർ ചെയ്ത, നമ്മളോട് മറ്റുള്ളവർ തെറ്റ് ചെയ്യുകയും നമ്മളെ സങ്കടപ്പെടുത്തുകയും ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാറുണ്ട്. ഒരുപാട് പേര് അങ്ങനെ കരയുന്നവരെ, ഓരോ ദിവസവും വെറും കണ്ണീരിൽ മാത്രം ജീവിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവർക്കൊന്നും ഈ ഒരു വിഷമം, ഇവർക്കൊന്നും ഈ ഒരു സങ്കടം കാരണം ഒരിക്കൽ പോലും സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഫൊർഗീവ്നെസ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മളോട് തെറ്റ് ചെയ്ത ആൾക്ക് നമ്മൾ പുറത്തു കൊടുത്ത് അവരെ എപ്പോഴും അനുഗ്രഹിക്കുന്നതിലൂടെ നമുക്ക് തന്നെ നമ്മുടെ ലൈഫിലെ സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സന്തോഷം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാനാണ് ഇഷ്ടം. അപ്പം നമ്മളോട് തെറ്റ് ചെയ്ത വ്യക്തികൾക്ക് നമ്മൾ ഫൊർഗീവ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിൻ്റെ എത്രത്തോളം പ്രാധാന്യം നമ്മുടെ ലൈഫിൽ ഉണ്ട് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ബോധ്യപ്പെടുക. അപ്പോൾ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് രണ്ടാമതായി ലഭിക്കുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് ലഭിക്കുന്നത് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും എല്ലാം നമ്മുടെ ഉറക്കത്തെ ബാധിക്കാറുണ്ട്. ചിലർക്ക് ഭയങ്കര ഡിപ്രഷനും ടെൻഷനും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒട്ടും ഉറങ്ങാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവാറുണ്ട്. നന്നായിട്ട് ഉറങ്ങാൻ പറ്റാതെ രാത്രി ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്ന ഒരുപാട് വ്യക്തികളെയും നമുക്കറിയാം. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ മറ്റുള്ളവർ വേദനിപ്പിച്ചതിൻ്റെ പുറത്തെ നമ്മൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. അവർ വേദനിപ്പിച്ചത് അത് അവരുടെ ഒരു രീതിയാണ് നമ്മളോട് പെരുമാറുന്ന, പക്ഷേ നമ്മൾ അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് നമ്മുടെ രീതി. ഈ പുറത്തു കൊടുക്കുന്നതിലൂടെ നമുക്ക് തന്നെ നമ്മുടെ ലൈഫിൽ നല്ല നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ്, നല്ല നല്ല ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഈ പുറത്തു കൊടുക്കുന്നതിലൂടെ നമുക്ക് തന്നെ നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കും. നിങ്ങൾ ഈ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളിങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്ന് വെറുതെ നിങ്ങളുടെ ഉറക്കം കളഞ്ഞിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ദയവായിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. അവർ നമ്മളെ എത്ര വേദനിപ്പിച്ചോട്ടെ, എത്ര കരയിപ്പിച്ചോട്ടെ, നമ്മളെ എത്ര തരം താഴ്ത്തേണ്ട രീതിയിൽ തരം താഴ്ത്തിക്കൊള്ളട്ടെ, എത്ര നമ്മളെ കുറ്റപ്പെടുത്തിക്കോട്ടെ, മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് നമ്മളെ ഒറ്റപ്പെടുത്തിക്കോട്ടെ, എന്ത് തന്നെ ചെയ്തോട്ടെ, അവർക്കുള്ള കർമ്മഫലം, അവർ ചെയ്യുന്നതിനുള്ള കർമ്മഫലം അത് അവരും ദൈവവും ആയിക്കൊള്ളും. നമ്മളൊരിക്കലും അത് ബാധിക്കാൻ പോകുന്നില്ല. എന്നെ വേദനിപ്പിച്ച വ്യക്തികൾക്ക് ഞാനിപ്പോൾ പുറത്തു കൊടുത്തപ്പോഴാണ് എനിക്ക് നന്നായിട്ട് സന്തോഷിക്കാൻ പറ്റിയത്.
അതായത് മുമ്പ് ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു, എന്നെ അവർ വേദനിപ്പിച്ചല്ലോ വിഷമിപ്പിച്ചല്ലോ എന്നത് ഓർത്ത് സങ്കടപ്പെട്ടിരുന്ന ഒരുപാട് ദിവസങ്ങളോളം സങ്കടപ്പെട്ടിരുന്ന കാര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. ഇവിടെ നമ്മളാണ് തകരുന്നത് എന്നത് മനസ്സിലാക്കി എനിക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പോരാ, എൻ്റെ ലൈഫിൽ എനിക്ക് സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ള ഒരൊറ്റ വാശിപ്പുറത്താണ് ഞാൻ എല്ലാവർക്കും പുറത്തു കൊടുത്തത്. അതായത് എന്നോട് തെറ്റ് ചെയ്ത എല്ലാവർക്കും ഇന്ന് ഞാൻ നന്നായിട്ട് അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുത്തിട്ട് എപ്പോഴും ഞാൻ അവരെ അനുഗ്രഹിക്കും. അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും അവർക്ക് അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ട് അവരെ എപ്പോഴും ഞാൻ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഈ രീതിയിൽ നമ്മൾ വേദനിപ്പിച്ചവരെ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഒരിക്കലും നമുക്ക് ഫോക്കസ് ചെയ്യാനോ നമ്മുടെ ലക്ഷ്യം നേടാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എന്താണോ നേടാനുള്ളത് നമ്മുടെ കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതുവഴി നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടാനും നല്ല രീതിയിലുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് ഒരു വേ ഓഫ് ലൈഫാണ്. അതായത് ഈ പോസിറ്റീവ് വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലൊക്കെ വേറെ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഇൻസിഡൻസ് വരുമ്പോൾ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യും. ഇങ്ങനെ ഈ കണക്ട് ചെയ്യുന്നതിലൂടെ എന്താണ്, വീണ്ടും നമ്മളെ വേദനിപ്പിച്ച ആ കാര്യങ്ങളിലോട്ടാണ് നമ്മൾ ചെന്നെത്തുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും പോസിറ്റീവായി ചിന്തിക്കാനോ മറ്റുള്ളവരോട് പോസിറ്റീവായി പെരുമാറാനോ ഒരു കാര്യവും പോസിറ്റീവായി ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുത്ത് ഇവരെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ പോസിറ്റീവായി മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ഒരു വേ ഓഫ് ലൈഫിലോട്ട് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇവർക്ക് പൂർണ്ണമായിട്ടും പുറത്തു കൊടുക്കുകയും അവരെ എല്ലാ ദിവസവും ഓരോ നിമിഷവും നമ്മൾ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തേ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും see you. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബിലൂടെ ക്ലാസ്സുകൾ നൽകാവുന്നതാണ്. ഓക്കെ.